നമസ്കാരം. തലതിരിഞ്ഞ ചിന്തകളിൽ തെരഞ്ഞെടുപ്പാണ് സംസാര വിഷയം. പറഞ്ഞു തുടങ്ങുന്ന സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ഇൻ്റർനെറ്റിൽ നിന്നും അനിൽ കെ ആൻ്റണിയുടെ ഒരു വെബ്സൈറ്റ് കണ്ടെത്തുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുണ്ട്. ചുമ്മാതെ വിളിച്ചു നോക്കിയതാണ്. അനിൽ ആൻ്റണിയുടെ സെക്രട്ടറിമാരാരെങ്കിലും ആയിരിക്കും. ഫോൺ എടുക്കുക എന്ന് ഉറപ്പായിരുന്നു. അനിൽ ആൻ്റണിയെ വിജയിപ്പിക്കാൻ 1-2 ആശയങ്ങൾ കൈവശമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമായിരുന്നു. നിങ്ങൾക്ക് വളരെ നിർബന്ധമാണെങ്കിൽ രാവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി കാര്യങ്ങൾ അവിടെ അറിയിക്കുക. അല്ലെങ്കിൽ ട്വിറ്ററിലൂടെ അനിൽ ആൻ്റണിയെ ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ നൽകുക. എൻ്റെ മണ്ഡലമാണ് പത്തനംതിട്ട. എൻ്റെ MP ആകേണ്ട ആളുമാണ്. എങ്കിലും ഈ മറുപടി കേട്ടപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട എന്ന് തന്നെ എനിക്ക് തോന്നി. അനിൽ ആൻ്റണിയുടെ സെക്രട്ടറിക്ക് ഒരു ഉറപ്പ് ഞാൻ കൊടുത്തു. അനിൽ ആൻ്റണി തോൽക്കാനിടയാക്കുന്ന 12 കാരണങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണങ്ങൾ 1. മുമ്പ് പറഞ്ഞ കഥ കേൾക്കുന്ന ഏതൊരു വോട്ടർക്കും ഇപ്പോൾ തന്നെ ബോധ്യമാകും അദ്ദേഹത്തിൻ്റെ PR ടീമും സെക്രട്ടറിമാരും അദ്ദേഹത്തിൻ്റെ വിജയം ആഗ്രഹിക്കുന്നില്ല എന്ന്. PR ടീമിൻ്റെ പിടിപ്പുകേട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഒരേ തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. ഒരു പുതിയ ആശയം വന്നാൽ ജനം അത് ശ്രദ്ധിക്കും. അത് സ്ഥാനാർത്ഥിക്ക് ഗുണകരമാകും. ഇവിടെ ആശയം എന്തെന്ന് അറിയുവാൻ സെക്രട്ടറിക്ക് കഴിയുന്നില്ല, താല്പര്യവുമില്ല. അത് തോൽവിക്ക് കാരണമാകും. കാരണം 2. ഒരു സ്ഥാനാർത്ഥിയുടെ സപ്പോർട്ട് ടീമിന് അദ്ദേഹത്തോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ആഗ്രഹിക്കണം. ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ച അനിൽ കെ ആൻ്റണിയുടെ ടീമിലുള്ള 3 പേരെങ്കിലും അദ്ദേഹത്തോട് ആത്മാർത്ഥത ഇല്ലാത്തവരായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റാന്നിയിലെ UDF സ്ഥാനാർത്ഥിയും പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം PR ടീമിൻ്റെ കഴിവുകേടുകൾ തന്നെയായിരുന്നു. കാരണം 3. അനിൽ കെ ആൻ്റണി സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആളാണ്. അദ്ദേഹത്തിന് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ സപ്പോർട്ടുണ്ട്. സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. പിന്നെ കുറേ ദിവസം നിശബ്ദതയായിരുന്നു പത്തനംതിട്ടയിൽ കണ്ടത്. ഇനിയും ആരെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് വന്ന് എന്നെ ഒന്ന് ജയിപ്പിച്ച് തരണേ എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത്. കാരണം 4. നടത്തേണ്ടി വരുന്ന പ്രസ്താവനകളെപ്പറ്റി അദ്ദേഹത്തിന് ഒരു മുൻധാരണയുമില്ല. സ്വന്തം പിതാവിൽ നിന്നും നെഗറ്റീവായ ഒരു പ്രസ്താവന വരും എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ കൗണ്ടർ ചെയ്യാൻ ഭംഗിയായ ഒരു മറുപ്രസ്താവന അദ്ദേഹം തയ്യാറാക്കി വെച്ചില്ല. കേൾക്കുന്നവർക്ക് സ്വന്തം പിതാവിനെ നായയോട് ഉപമിച്ചതായി തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അനിലിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. ഡോണ്ട് ബി റിയാക്റ്റീവ്, ഒൺലി പ്രോ ആക്റ്റീവ്. എന്തെങ്കിലും സംഭവിച്ച ശേഷം അതിനെ തിരുത്താൻ പോകുന്നതിന് പകരം സംഭവിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് നിയമം. ഈ നിയമം സ്റ്റാൻഫോർഡിലെ MS മാനേജ്മെൻറ്റ് കോഴ്സിനും പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. കാരണം 5. തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് നൽകുന്നത് വോട്ടർമാരാണ്, ആരാധനാലയങ്ങൾ അല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ആരാധനാലയങ്ങൾ സന്ദർശിച്ച സ്ഥാനാർത്ഥി അനിൽ കെ ആൻ്റണി ആയിരിക്കും. ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ സ്ഥാനാർത്ഥി വിജയിക്കുകയുള്ളൂ. പ്രവർത്തനത്തിൽ ആവേശം വേണം. BJP പ്രവർത്തകരുടെ ഇടയിൽ ഏറ്റവും ആവേശം പകർന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല പ്രശ്നവും ആ സമരത്തിന് നേതൃത്വം കൊടുത്ത K. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നതും ആയിരുന്നു. മഞ്ചേശ്വരത്ത് വെറും 82 വോട്ടിന് തോറ്റിട്ടാണ് സുരേന്ദ്രൻ വന്നത്. അന്ന് ആവേശം വാനോളം ഉയരത്തിലായിരുന്നു. അത് 2,97,000 വോട്ടുകളിൽ BJP എത്തിച്ചു. അത്തരത്തിലുള്ള ഒരാവേശം ഒരു സ്ഥാനാർത്ഥിയിൽ നിന്നും മണ്ഡലത്തിൽ ഇപ്പോൾ കാണുന്നതേയില്ല. കാരണം 7. ഒരു യുദ്ധനിയമമുണ്ട്. എതിരാളിയെ തോൽപ്പിക്കാൻ എതിരാളിയുടെ ഏറ്റവും വലിയ ദൗർബല്യത്തിൽ ആഞ്ഞടിക്കുക. പത്തനംതിട്ടയിലെ അനിൽ ആൻ്റണിയുടെ എതിരാളികൾ ദുർബലരാണ്. എതിരാളികളുടെ ആ ദൗർബല്യങ്ങളെ അടിച്ചു തകർത്ത് അത് വിജയത്തിന് കാരണമാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ തെരഞ്ഞെടുപ്പ് നിയമം. പരസ്യമായി അങ്ങനെ സംഭവിക്കുന്നതായി കാണുന്നതേയില്ല. രഹസ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത്. കാരണം 8. ഒരു ജംഗ്ഷനിൽ കെട്ടിയിരിക്കുന്ന പോസ്റ്ററുകളുടെ എണ്ണം നോക്കിയോ
അതിൻ്റെ മനോഹാരിത നോക്കിയോ അല്ല വോട്ടർമാർ വോട്ട് ചെയ്യുന്നത്, മറിച്ച് അവരുടെ മനസ്സിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഇമേജുകളാണ് അല്ലെങ്കിൽ തോന്നലുകളാണ് തിരഞ്ഞെടുപ്പ് വിജയം നിർണ്ണയിക്കുന്നത്. അനിൽ ആൻ്റണി തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഒരു പ്രസ്താവനയോ ഒരു പ്രവർത്തനമോ ഇതുവരെ ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം 9, കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാവുക. പത്തനംതിട്ട BJPയുടെ A ക്ലാസ് മണ്ഡലമായതിനാൽ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള കൺട്രോളിലാണ് പ്രവർത്തനം നടക്കുന്നത്. അതിന് 2 തരത്തിലുള്ള നേതൃ സംവിധാനമുണ്ട്. എന്നാൽ താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായിരിക്കും വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം. കാരണം 10, ക്രിസ്തീയ സഭകളുടെ അകമഴിഞ്ഞ പിന്തുണ അനിൽ ആൻ്റണിക്കില്ലെങ്കിലും ക്രിസ്തീയ വോട്ടർമാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ആ പിന്തുണ സ്ഥാനാർത്ഥിക്കല്ല, മറിച്ച് കേന്ദ്രത്തിലെ ഭരണത്തിനാണ് ഉള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതികളെക്കുറിച്ചും ജനങ്ങളിൽ എത്തിയ പദ്ധതികളെക്കുറിച്ചും കൃത്യമായ വിവരം വോട്ടർമാരിൽ എത്തിക്കുക എന്നുള്ളതാണ് വിജയത്തിന് പ്രധാന കാരണമായി മാറുന്നത്. കാരണം 11, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ആൻ്റോ ആൻ്റണിയാണ്. അനിൽ ആൻ്റണി ഒരു വലിയ എതിരാളിയാണ് എന്ന് അദ്ദേഹം കണക്കാക്കുന്നില്ല. അത് ഒരേ സമയം ഗുണവും ദോഷവും ചെയ്യുന്ന പ്രക്രിയയാണ്. മനോരമയുടെ സർവേ ഇടതുമുന്നണി കൂടുതൽ വിശ്വസിച്ചാൽ തോമസ് ഐസക്കിൻ്റെ ആക്രമണം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടാനാണ് സാധ്യത. അനിൽ ആൻ്റണിക്ക് കളിക്കാൻ ഒരു മൈതാനം തന്നെ തുറന്നു കിട്ടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് പരമാവധി ഉപയോഗിക്കുക. കാരണം 12, ഏറ്റവും മികച്ച കേഡർമാരാണ് BJPക്കുള്ളത്. അവർ CPMൻ്റെ പ്രവർത്തകരേക്കാൾ മികച്ചവരാണ്. എന്നാൽ അവരെ കൃത്യമായി ഉപയോഗിക്കുന്നതായി പത്തനംതിട്ട മണ്ഡലത്തിൽ ഇതേവരെ അനുഭവപ്പെടുന്നില്ല. തെരഞ്ഞെടുപ്പ് യന്ത്രം കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വാൽകഷ്ണം: കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വോട്ട് നേടിയാൽ അനിൽ K. ആൻ്റണി രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റാറായി മാറും. വോട്ട് കുറവാണെങ്കിൽ ടോം വടക്കനെ പോലെ BJPയുടെ ഒരു നിഷ്ക്രിയ നേതാവായി എവിടെയെങ്കിലും ഒതുങ്ങും. വോട്ട് തീരെ കുറവാണെങ്കിൽ AK ആൻ്റണിയുടെ മകൻ എന്ന പേര് നിലനിർത്താൻ കഴിയും. അഴിമതിയെ പേടിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്ന മന്ത്രിയായിരുന്നല്ലോ AK ആൻ്റണി.